ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട CPM വനിതാ നേതാക്കൾ മുകേഷ് MLA പീഡന കേസ് നേരിട്ടപ്പോൾ രാജി ആവശ്യപ്പെട്ടോ എന്നുകൂടി നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ഒന്ന് കണ്ടുവരാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. ആരെക്കുറിച്ചെങ്കിലും ഒരു ആരോപണം കേട്ട ഉടനെ തന്നെ നിങ്ങൾ രാജിവെക്കണമെന്ന് പറയാൻ സർക്കാരിന് പറ്റില്ല. അതിന് നിയമപരമായ വശമുണ്ട്. ധാർമ്മികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടുന്നത്. കോടതി ശിക്ഷിക്കുന്ന പക്ഷം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത്. ബബ്ബ എന്ന സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇത് വനിതാ നേതാക്കളുടെ പ്രതികരണം അത് തട്ടിപ്പാണ്. CPM-ലെ വനിതാ നേതാക്കൾ അവരുടെ MLA-മാർ പീഡന കേസ് നേരിട്ടപ്പോൾ രാജി ആവശ്യപ്പെടാതെ കൈക്കൊണ്ട ഇരട്ടത്താപ്പാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉസ്ബെക്കിസ്ഥാനിലെയും നിക്കരാഗ്വയിലെയും പോളണ്ടിലെയും ഇനി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സ്ത്രീകൾക്ക് വേണ്ടി ഘോരം പറയുകയും എന്നാൽ കേരളത്തിൽ സ്വന്തം പാർട്ടിയിലെ MLA-മാർ ലൈംഗികാരോപണവും ലൈംഗിക കേസും നേരിട്ടപ്പോൾ ആ സഖാക്കളെ പൊതിഞ്ഞു പിടിച്ചവരാണ് ഇന്ന് വന്ന് വലിയ ധാർമ്മികത പ്രസംഗിച്ചത്. നീതിന്യായ കോടതിയും പാർട്ടി കോടതിയും പരിശോധിച്ച എത്ര ലൈംഗികാരോപണ കേസുകളിൽ സഖാക്കളായ MLA-മാരുടെ രാജി ഈ ടീച്ചർമാർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൊല്ലും ചെയ്ത്തും രണ്ടാകുന്നതിനെ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ 3.5 കോടി മലയാളികൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ കാപഠ്യം എന്നാണ് പറയുന്നത്.